ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വേ ഓഫ് മെൽവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലാണ്. ഞാനൊക്കെ 3-4 ക്ലാസ്സിൽ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു മീറ്റപ്പാണ്. അപ്പോൾ അതിന് ഇന്ന് മേറിൻ്റെ സ്പെഷ്യൽ മന്തിയൊക്കെ ഉണ്ട്. മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പ്രത്യേക സാഹചര്യത്താൽ അത് നടന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു മന്തി പ്രിപ്പറേഷൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ കുറച്ച് രസകരമായ മൊമെൻറ്റ്സൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞച്ചൻ പോൾസൺ. ആള് ആയുർവേദിക് ഫാർമസി നടത്തിക്കൊണ്ട് പോവാണ് പാവർട്ടിയിൽ. ഇത് ഞങ്ങളുടെ സോണി ആൻറ്റി. അപ്പൊ ആളുടെ ഭയങ്കര ആഗ്രഹമാണ് മന്തി ഉണ്ടാക്കണമെന്ന്. മന്തിയുടെ ഇതാണ് മെറിൻ മന്തി സ്പെഷ്യലിസ്റ്റ് ആണ്. അവള് റെസിപ്പി ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് നിതിൻ, കുഞ്ഞച്ചന്റെ മൂത്ത മോൻ. പപ്പ വീടും തണ്ണിമത്ത അടിക്കുന്നുണ്ട്. പിന്നെ മേഘ വായോ, ഇതാണ് മേഘ. മെറിൻ അനിയന്റെ വൈഫാണ്. അനിയൻ തിരിച്ചു പോയി, ചേട്ടൻ തിരിച്ചു പോയി. മിനിസി ചേച്ചി അനുസരിച്ചിനെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതാണ് നമ്മുടെ ശരിക്കൊരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ഇവിടെയും ഒരു മാറ്റങ്ങളൊന്നും ഇല്ല. ഞാൻ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ കുറെ കൃഷികൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട, മിളക് കൃഷി, പിന്നെ ചെറിയ താമര ആമ്പലിന്റെ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറെ കൃഷികളുണ്ട്. ചാക്കിൽ കുറെ കൃഷികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ കൃഷികളാണ്. ഇവിടെ കോഴിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കോഴി കൃഷി. പക്ഷെ അതൊക്കെ ഇപ്പോൾ നിർത്തി. ഇതിൽ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് നിർത്തി. ഇപ്പോൾ ഇതാണ് ഞാനൊക്കെ പണ്ട് കുളിക്കുന്നുണ്ടായിരുന്ന, നീന്തലൊക്കെ പഠിച്ച ആ ഒരു കുളം എന്ന് പറയണത്. ഇപ്പോൾ ഫുള്ള് ചണ്ടി കേട്ട് കിടക്കുകയാണ്. കണ്ട, നല്ല പച്ചപ്പും ഹരിതാപും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ നോക്കിയേ, ഈ ഒരു വാഴയുടെ ഹൈറ്റ് നോക്കിയേ കുഞ്ഞച്ചാ. നോക്കിയാ ഈ വാഴ ഉണ്ടോ, എന്താ ഹൈറ്റ്. അമൃതാഹനി എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറയുന്ന ഒരു വാഴയാണ്. അത് ഭയങ്കര ഹൈറ്റ് ആട്ടാ. അപ്പൊ കുഞ്ഞച്ച, ഈ ഒരു അമൃതാഹിനി നമ്മുടെ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? 10 കൊല്ലമായിട്ടുണ്ട്. 10 കൊല്ലമായിട്ടുണ്ട് അല്ലേ? കുറച്ച് നേരത്തെ ഒരു 2 മാസം മുമ്പ് വെട്ടിയതായിരുന്നു. ഒരു 10-20 കിലോ വരെ ഒരു കൊലയ്ക്ക് വരും. അതല്ലേ, ഇത് ഞാനിവിടെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ഇത് ശരിക്കും ഇത് വന്നിട്ടില്ലായിരുന്നു അല്ലേ, ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ. പക്ഷെ ഇതിന്റെ ഹൈറ്റ് ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ നല്ല ഹൈറ്റിലാണ്. അതിൽ ഏണിയൊക്കെ വെച്ചിട്ട് വേണം കൊല വെട്ടാൻ. ഓക്കെ, ഭയങ്കര ഹൈറ്റ് ആട്ടാ. ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. ഓൾമോസ്റ്റ് ആ തെങ്ങിന്റെ 3/4 ഭാഗം ഉണ്ട് കേട്ടാ. ആ തെങ്ങ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ തെങ്ങിന്റെ കാണുന്നുണ്ടെന്ന് അറിയില്ല. അതിലിങ്ങി സ്ഥലമില്ല അതിനുള്ളിൽ തേങ്ങ ഉണ്ടാവാനായിട്ട്. അത്ര മാത്രം തേങ്ങകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. നോക്കിയാ ഫുള്ള് തേങ്ങകളാ, ഇടതൂർന്ന് നിൽക്കാണ്. ഇത് എത്ര തേങ്ങ കിട്ടും ഒരു തെങ്ങേറ്റം കയറുമ്പോ? ഇതിൽ 150 തേങ്ങയൊക്കെ കിട്ടും ഒരു പ്രാവശ്യം കൊല വെട്ടുമ്പോ ഒരു തെങ്ങ. അമ്പ കൊള്ളാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു വാഴ. ഒരു രക്ഷയില്ലാട്ടാ. അപ്പൊ നമ്മള് ഒരു മന്തി ഉണ്ടാക്കണതിന്റെ ഒരു സ്റ്റെപ്പിലാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു, മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ മെയിൻ കുക്ക് മെറിനാണ്. അപ്പൊ മെറിൻ ശരിക്കുള്ള റെസിപ്പി ഒരു ദിവസം വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരദൂഷണ സെക്ഷനാണ്. ഇവിടെ ഏറ്റവും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ പറയുന്നത് ഈ പരദൂഷണാണ്. അതെ, എന്തായി നമ്മുടെ ഊറ്റി തുടങ്ങിയ. ഇപ്പൊ ഇത് എത്ര നേരം ഇത് ഇട്ടു തിളയ്ക്കാനായിട്ട്? 10-20 മിനിറ്റ് ഉണ്ട്. വെള്ളം തിളച്ചിട്ട് അരി ഇട്ടിട്ട് 10-20 മിനിറ്റ് തിളപ്പിച്ചു, എന്നിട്ട് ഊറ്റി എടുക്കണു അല്ലേ? ഓക്കെ, ഇതിലെന്തൊക്കെ ഇട്ടിട്ടുള്ളത്? ഓക്കെ, ഡ്രൈ ലെമൺ. ഓക്കെ, ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ? ഏത് ഓയിലാ? സൺഫ്ലവർ. ഓക്കെ ഓക്കെ, അപ്പൊ നടക്കട്ടെ പണികൾ നടക്കട്ടെ. ഉഷാറല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ റൈസൊക്കെ നമ്മളെ ഊറ്റി വെച്ച് കഴിഞ്ഞു. നമുക്ക് മന്തിയുടെ ചിക്കൻ എന്തായി നോക്കാം. യെസ്, ചിക്കൻ ഇതിങ്ങനെ ആവി പരന്ന്, അയ്യോ നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളി. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ.
കണ്ണ് നീങ്ങണില്ല. നമ്മുടെ നല്ല അല്ല ഇന്നലത്തെ നിങ്ങൾ കഞ്ഞിവെള്ളം എന്തിനാ ഇങ്ങനത്തെ ഇന്നലത്തെ തലേന്നത്തെ ഗ്ലാസ് കഞ്ഞിവെള്ളമാണോ? കുടിക്കുന്നത് എന്തിനാ? പഴങ്ങഞ്ഞി ഏഹ് തലേസ കഞ്ഞിവെള്ളാണോ? തലേസ്തിയാ? അതാണ് ഈ കല്ല് പോവാൻ നല്ലതാ. അതെ മൂത്രത്തിന്റെ കല്ലിനെ തലേസ കഞ്ഞെണ്ണ കുടിച്ചത് നല്ലതാ. അടിപൊളിയാ. വട്ടപ്പണ്ടാക്കി ഇനി രസം ഉണ്ടാവും. കഞ്ഞിവെള്ളം കൊണ്ടാ ആ അതെങ്ങനെയത്? അതൊക്കെ ഉണ്ടാക്കി നല്ല ചില ടേസ്റ്റ്. കഞ്ഞവത്തിന് ചെറിയൊരു ഗ്യാസ് ഉണ്ടാവും. ഇന്നലത്തെ അപ്പൊ കുളിച്ചിട്ടുണ്ടാവും. കുളിച്ചിട്ടുണ്ടാവും. വട്ടപ്പൊന്ന് വേഗം പൊന്നു. കുളിച്ച കഞ്ഞിവെള്ളം നിങ്ങൾ കുടിക്കണേ. ആ കൊള്ളാം. കുരിശ് വെച്ചിട്ട് കഴിച്ചോളട്ടെ മക്കളെ. ഓക്കെ. എന്താ ഇത് കാരണന്മാര് അല്ല ഇത് കുടിച്ച കൊളസ്ട്രോൾ ഒക്കെ കുറയുന്ന അറിയണ്ടല്ലോ, ശരിയാണോ? അരെ ഇത് വെച്ചിട്ട് കഴിച്ചോളട്ടെ. ആർക്കാ വേണ്ട? ഞാൻ ഇതൊന്നും വെക്കാറില്ല. ഇതാ, ഞാൻ വെക്കൊന്നുമില്ല. ഞാൻ കുറച്ച് കഞ്ഞെള്ളം കുടിച്ചോ, കൊളസ്ട്രോൾ നല്ല ക്ഷീണൊക്കെ മാറട്ടെ. പിടിക്ക്. ലേഡീസ് ഫസ്റ്റ്. വേഗം കാട്ടിയ മോനെ കൊറേ കാലം ഇത് കുടിക്കാം. ദൈവം നിറച്ചുണ്ടോ മോൻ വേറെ മേടിക്കണ്ട കേട്ടോ. വെറുതെ മേടിച്ചോ. ഇതാ. ഒരു ഗ്ലാസ് കൂടി വേണം അല്ലേ? അത് നമുക്ക് കുരിശ് വെച്ചു. ചിയേഴ്സ് അത് പറയില്ല, അപ്പോഴേക്കും കുടിക്ക. എന്താ Cheers. കഞ്ഞിവെള്ളം കുടിക്കും. ചേഴ്സ് അടിക്കുന്ന ടീമുള്ള ആദ്യമായിട്ട് കാണാട്ടാ. ആരോടാ നിന്നോടൊക്കെ കുടിക്കാൻ പറഞ്ഞേ? നിനക്ക് ആരും ലൈസൻസ് തന്നതിനൊക്കെ? അതിന് കഞ്ഞിവെള്ളം കുടിക്കണതിന് എന്തിനാ ലൈസൻസ്? കഞ്ഞോളത്തും പിന്നെ തുടങ്ങാ. തുടക്കം കഞ്ഞിവെള്ളം. അപ്പൊ ഞാൻ തുടക്ക ഓർഡർ നിന്റെ കഞ്ഞിവെള്ളം. കാട്ടുണ്ടല്ലോ, കൊള്ളാം. വൈൻ കുടിക്കണവരൊക്കെ കാട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മന്തിനെ ഒന്ന് ഇളക്കിയിട്ട് ചാർക്കോൾ വെച്ചേല് അപ്പൊ എടുത്തു. സാമ്പ സെറ്റപ്പോ അല്ലേ? പക്ഷെ ഇവിടുന്ന് ലൈറ്റ് കാണുന്നില്ല അല്ലേ കറക്റ്റ്? ഓക്കെ. അപ്പൊ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ഫുഡിങ് ആരംഭിച്ചു. അത്യാവശ്യത്തിന് എല്ലാവരും കഴിച്ച് വലഞ്ഞിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാരും മന്തിയൊക്കെ കഴിച്ച് എല്ലാരും ക്ഷീണിതരായി. അയ്യോ ഹലോ, ക്ഷീണിച്ചാ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? നിനക്കാ? നിനക്കാ? ഞാൻ പറയാൻ വയ്യ, ഒക്കെ മയച്ചു എടുക്കുക. ഒരക്ഷയില്ല. അതെ, അതിന്റെ പീസുകളൊന്നും കാണാനില്ല, കാലിയായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കായലിൻ്റെ സൈഡിലേക്ക് വന്നതാണ്. ചാവക്കാട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ പരിപാടി. പക്ഷേ ആ പ്ലാൻ പാളിയതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് കാണിക്കാൻ. അവരെ അല്ലെങ്കിൽ പിള്ളേരവിടെ വീട്ടിൽ ഇരുത്തില്ല. അങ്ങനെ ജസ്റ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടെ തട്ടുകടയിൽ നിന്നും രാത്രി ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ഞങ്ങളിവിടെ അവസാനിപ്പിച്ചു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ഫാമിലി ബോണ്ടിങ്ങിന് നന്നായിട്ട് അത് കൂട്ടി അണക്കും. അപ്പം ഇങ്ങനെ അടുത്തിടയിലാണ്. അതുവരേക്കും ബൈ ബൈ.